ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള 179 ദിവസത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലാണ് വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ബോയിലർ അറ്റൻഡർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിറ്റർ ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 18,246 രൂപയാണ് ലഭിക്കുക. അടുത്തത് മെക്കാനിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മെക്കാനിക്കൽ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈക്വലൻ ട്രേഡിലുള്ള VHSC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 18,726 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടാതെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുമുള്ള വാലിഡ് വയർമാൻ ലൈസൻസ് ആൻഡ് സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 19,207 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഫിറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിറ്റർ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈക്വലൻ ട്രേഡിലുള്ള VHSC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 19,207 രൂപയാണ് ലഭിക്കുക. അടുത്തത് ഫിറ്റർ മെഷീനിസ്റ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റ് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈക്വലൻ ട്രേഡിലുള്ള VHSC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 19,207 രൂപയാണ് ലഭിക്കുക. അടുത്തത് വെൽഡർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വെൽഡിംഗ് ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈക്വലൻ ട്രേഡിലുള്ള VHSC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 19,207 രൂപയാണ് ലഭിക്കുക. അടുത്തത് വെയ്ബ്രിഡ്ജ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടാതെ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 6 മാസത്തിൽ കുറയാതെയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 19,207 രൂപയാണ് ലഭിക്കുക. അടുത്തത് ബോയിലർ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കണം. കൂടാതെ ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. മന്ത്ലി റെമ്യൂണറേഷൻ 27,609 രൂപയാണ് ലഭിക്കുക. അടുത്തത് JCB ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ LMV ആൻഡ് HMV മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ബാഡ്ജ് ഉണ്ടായിരിക്കണം. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. അടുത്തത് പ്ലാന്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 27,609 രൂപയാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST OBC കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റെതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 179 ദിവസത്തേക്കുള്ള കോൺട്രാക്ട് ബേസ്ഡുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. പോസ്റ്റിംഗ് വരുന്നത് പാം ഓയിൽ മിൽ ഏരൂർ എസ്റ്റേറ്റ് കൊല്ലത്താണ് ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ്, കാസ്റ്റ്, നോൺ ക്രീമി ലെയർ, ആധാർ എന്നിവയുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൂടി വെച്ചിട്ട് തപാൽ മാർഗം അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷ കവറിന് പുറത്ത് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് രേഖപ്പെടുത്തണം. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30/12/2023 വരെയാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, രജിസ്റ്റേർഡ് ഓഫീസ് 14/130 കോട്ടയം സൗത്ത് PO,
കോടിമാത കോട്ടയം കേരള 686013. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.